Hi all, in today's presentation we are going to study about Bayes theorem. Bayes theorത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. പ്രോബബിലിറ്റി അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോബബിലിറ്റി കൺസെപ്റ്റിൻ്റെ ആ ഒരു കണ്ടക്സ്റ്റിലാണ് നമ്മൾ ബയേസ് തിയറത്തിനെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമുക്കറിയുന്ന ഒരു കൺസെപ്റ്റാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന്. ഓക്കെ, അപ്പം ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ പറയുമ്പോൾ എങ്ങനെയായിരുന്നു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ, അതിൻ്റെ ബേസിസിൽ നമ്മൾ എനെ കാണുന്നു. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും probability of B intersection A divided by probability of A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനൊന്ന് നമ്മളുടെ അപ്പം എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ്സ് മേക്ക് നോ ഡിഫറൻസ് അല്ലേ, സംവാട്ട് സെയിം ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത്. അപ്പം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് അത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എഴുതിയ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമ്മൾ എന്താണ് ബയേസ് തിയറത്തിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന ഇക്വേഷനെയാണ് നമ്മൾ ബയേസ് തിയറത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ബയേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പം എന്താവും, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ബയേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനി തിയറം എന്താണെന്ന് നോക്കാം. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മൾ തിയറത്തിനെ പറയുന്നത് അല്ലെങ്കിൽ തിയറത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ, രണ്ട് ഇവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു ബോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒരു ബാസ്ക്കറ്റിൽ നിന്ന് നമ്മൾ റെഡ് ബോൾ എടുക്കുന്നു, ബ്ലൂ ബോൾ എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് ഇവൻറ്റ്സ്. സോ ആ ഇവൻറ്റ്സിനെ നമുക്ക് എ ബി എന്ന് വിളിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആ നോട്ട് ഈക്വൽ ടു 0 എ ഇൻ ദിസ് കേസ് പ്രോബബിലിറ്റി ഓഫ് എ എന്നെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. നേരത്തെ ഞാൻ എഴുതിയത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആയിരുന്നു. സോ അതിനനുസരിച്ച് ബി ഗിവൺ എ ആകുമ്പോഴും എ ഗിവൺ ബി ആകുമ്പോഴും ചെറിയ ഡിഫറൻസ്, എൻ്റെ പ്ലേസിൽ ബി വരും ബീൻ്റെ പ്ലേസിൽ എ വരും എന്നുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ഇഫ് പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എനെ നമ്മൾ പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നു. സോ ആദ്യത്തെ ഇവൻറ്റിനെ പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ഇവൻറ്റിനെ നമ്മൾ എവിഡൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എവിഡൻസ് എന്ന് വിളിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രയോർ പ്രോബബിലിറ്റി ഓഫ് പ്രപ്പോസിഷൻ എന്നും ബീൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രയോർ പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് എന്നും പറയാം. ആൻഡ് ഓൾസോ എ ഗിവൺ ബിയും ബി ഗിവൺ എയും എന്താണ് പറയുന്നത്, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ബി ഗിവൺ എ ആണെന്നുണ്ടെങ്കിൽ ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൺ എ എന്നുള്ള രീതിയിൽ 2-3 ടേംസ് പറയുന്നുണ്ട്. നമ്മൾ ലൈക്ലിഹുഡൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ് ലൈക്ലിഹുഡ് എസ്റ്റിമേഷനിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി കൺസെപ്റ്റ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ,
ദെൻ അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ബയസ് തിയറത്തിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ഇൻ ദിസ് പ്രോബ്ലം, അതായത് ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ എ സെർട്ടൺ ക്ലിനിക്, കുറച്ച് പേഷ്യൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് എ എന്ന് പറയുന്നതിന് എന്താ കൊടുത്തിരിക്കുന്നത്? പേഷ്യൻ്റ് ഹാവ് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനെയാണ് എ എന്ന് പറയുന്ന ഇവൻറ്റ് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ബി എന്ന് പറയുന്നതിന് വെച്ചിട്ടോ ആൽക്കഹോളിക് ആണെന്നുള്ളതാണ്. പേഷ്യൻ്റ് ഈസ് ആൻ ആൽക്കഹോളിക്. അല്ലെങ്കിൽ എ ഈസ് ആൻ ഇവൻറ്റ് ഡിനോട്ട് ദ ഇവൻറ്റ് that a patient has liver cancer ആവാനുള്ള ആ പേഷ്യൻസിൻ്റെ പ്രോബിലിറ്റി അല്ലെങ്കിൽ എ എന്ന് പറയുന്നതിനാണ് ആ ഇവൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും എന്താണ് ലിവർ ക്യാൻസർ ആവാനുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കിൻ്റെ പ്രയോർ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നതാണ് 10% ആൾക്കാർ ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരായിരിക്കും. 10%. അപ്പോൾ 10% എന്ന് പറയുന്നത് ഇവൻ്റ് എൻ്റെ. ഓക്കെ, 5% എന്ന് പറയുന്നത് അവിടെ നോക്കിയാൽ അറിയാം. 5% എന്ന് പറയുന്നത് ആൽക്കഹോളിക്കാണ്. സോ 5%. ഓക്കെ, ദെൻ അപ്പോൾ 5%ഉം 10%. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ട്? എമംഗ് ദോസ് പേഷ്യൻസ് ഡയഗ്നോസ്ഡ് വിത്ത് ലിവർ ക്യാൻസർ. പിന്നെ നമ്മൾ ആ ക്ലിനിക്കിൽ ചെന്നിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് 10% എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ലിവർ ഡിസീസുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നത്. അത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് എന്താ കണ്ടുപിടിച്ചത്? ഈ ലിവർ ഡിസീസ് വെച്ച് ഡയഗ്നോസ് ചെയ്ത ആൾക്കാരിൽ 7% എന്താണ് ആൽക്കഹോളിക്കാണ്. ഓക്കെ, 7% ആൽക്കഹോളിക്കാണ്. 7% ആൽക്കഹോളിക് എന്ന് പറയുമ്പം ബി എന്ന് പറയുന്ന ഇവൻറ്റ്. ഓക്കെ, ഗിവൺ ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് ആൽക്കഹോളിക്. ഈ ആൽക്കഹോളിക് ആണെന്ന് തന്നിരിക്കുന്ന ആ പേഷ്യൻസിൽ നിന്ന് എന്താണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹീ വിൽ ഹാവ് എ ലിവർ ഡിസീസ്? അവർക്ക് ലിവർ ഡിസീസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഗിവൺ ദാറ്റ് എ പേഷ്യൻ്റ് ഈസ് ആൽക്കഹോളിക്. സോ ബി ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സംതിങ് ഈസ് ഗിവൺ. അപ്പോൾ ബി ഗിവൺ ആണ് അല്ലേ? അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹീ വിൽ ഹാവ് എ ലിവർ ഡിസീസ്? സോ ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഇവൻറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഇവൻ്റ് ആയിട്ടാണ്. സോ എ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതനുസരിച്ച് എല്ലാം എടുത്തെഴുതുക. അതിനനുസരിച്ച് ലാസ്റ്റ് വരുന്ന പാർട്ടായിരിക്കും പ്രോബബിലിറ്റി എന്തിനെക്കുറിച്ച് കാണാമെന്നുള്ളത്. അപ്പോൾ സോ ഓൾവേസ് നമ്മൾ ആ ഇവൻറ്റ്സിനെല്ലാം എഴുതി കഴിയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണോ ബി ഗിവൺ എ ആണോ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ആ ഇക്വേഷൻസിനെ എഴുതാം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 7% are alcoholic among those patients diagnosed with liver cancer. ലിവർ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തതിൽ. സോ ദാറ്റ് ഈസ് ഗിവൺ അല്ലേ? എ എന്ന് പറയുന്നത് ഗിവൺ ആണ് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ലിവർ ക്യാൻസർ, അതിൽ 7% ആൾക്കാർ ആൽക്കഹോളിക് ആണ് അല്ലേ? അപ്പം ആൽക്കഹോളിക് ആൾക്കാരെ പറയുന്നത് ബി വെച്ചിട്ടാണ്. അപ്പം വിച്ച് ഈസ് ഗിവൺ, നമ്മൾ ഡയഗ്നോസ് ചെയ്തത് 10%-ൽ നിന്ന് ലിവർ ഡിസീസ് ആണെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഗിവൺ അല്ല? അപ്പോൾ സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് ഓൾറെഡി 7% ആണെന്നുള്ളത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താവും? 0.07 എന്നുള്ള നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കിട്ടും അല്ലേ? അപ്പോൾ സോ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 0.07 വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ എന്തായിരുന്നു? 10% അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 10%, ദാറ്റ് ഈസ് 0.10 ഡിവൈഡഡ് ബൈ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി എന്തായിരുന്നു? രണ്ടാമത്തെ ആളുടെ പ്രോബിലിറ്റി 5% ആണ്. സോ 0.05 എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? കിട്ടുന്ന ആൻസർ ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് സംവാട്ട്
0.14 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് തന്നിട്ടുള്ളത്, അപ്പോൾ ഓരോ ഇവൻറ്റ്സിനും നമ്മൾ പേര് കൊടുക്കുക. ആ ഇവൻറ്റ്സിന് അതിൽ പേരില്ല എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന രീതിയിൽ തന്നെ പേര് കൊടുത്തിട്ട് എന്താണ് ഓരോന്നും ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന അപ്പം തന്നെ റൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രോബബിലിറ്റി എന്തിൻ്റെയാണ് കാണാമെന്ന് വരുമ്പോൾ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അടുത്തത് ഈ ഇക്വേഷൻ തന്നെയാണത്. നമ്മളിപ്പോൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എ, ആദ്യത്തെ ലിവർ ഡിസീസ് ആവാനുള്ള പ്രോബബിലിറ്റി 10% ആയിരുന്നു. പ്രോബബിലിറ്റി ഓഫ് ബി, ആൽക്കഹോളിക് ആവാനുള്ള പ്രോബബിലിറ്റി 5% ആയിരുന്നു. ബി ഗിവൺ എ, അപ്പം തന്നിരിക്കുന്നതിൽ ഈ എന്താണ് എ എന്ന് പറയുന്ന ഡയഗ്നോസ് ചെയ്യപ്പെട്ടതിൽ, ലിവർ ഡിസീസ് എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യപ്പെട്ടതിൽ ആക്ച്വലി എന്തായിരുന്നു 7% എന്തായിരുന്നു ആൽക്കഹോളിക് ആയിരുന്നു. സോ എ എന്ന് പറയുന്നത് അവിടെ ഗിവൺ ആണ്. സോ എന്താണ് ലിവർ ഡിസീസ് ആണെന്നാണ് നമുക്കറിയുന്നത്. അതിൽ ബിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ആക്ച്വലി 7% ആൽക്കഹോളിക് ആയിരുന്നു. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 7% എന്ന് വരും. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എന്തായിരുന്നു എ ഗിവൺ ബി ആണ്. ആ ഇക്വേഷൻ എഴുതുക. ആ ഡയറക്റ്റ് ഇക്വേഷനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് 0.14 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ദെൻ അടുത്തത് വേറെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. വയസ്സ് നമ്മൾ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്തായിരുന്നു ഒരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. അതായത് 3 ഫാക്ടറീസ് ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. 3 ഫാക്ടറീസ് ഉണ്ട്. എ ബി സി ഓഫ് ആൻഡ് ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന 3 കമ്പനികളാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് എത്ര ശതമാനത്തോളം എ ബി സി എന്ന് പറയുന്ന 3 ഫാക്ടറികൾ 35%, 30% ആൻഡ് 30. അപ്പം ഓരോന്നും ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ഇത്ര ശതമാനത്തോളം ഓരോ കമ്പനീസും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി 1.5, 1, 2 എന്ന് പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ബൾബുകളിൽ ഇത്രയും ശതമാനം 1.1% എ പ്രൊഡ്യൂസ് ചെയ്യുന്ന 35%മാണ് ഫാക്ടറി എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇയർലി. ഓക്കെ, അതിൽ 1.5% എന്താണ് നോൺ ടു ബി ഡിഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റാൻഡംലി ബൾബ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ക്വസ്റ്റ്യൻ ഇനിയാണ് വരുന്നത്. ഇഫ് എ റാൻഡംലി സെലക്റ്റഡ് ബൾബ് മാനുഫാക്ചർഡ് ബൈ ദ കമ്പനി വാസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൾബാണ് കിട്ടിയത്. ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കിട്ടിയ ബൾബ് എ എന്ന് പറയുന്ന ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്തതാണ് എന്നുള്ളതിൻ്റെ എക്ക് ആവാനുള്ള, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. നമ്മൾ എടുത്ത ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് എയോ ബിയോ സിയോ ആവാം. അത് എ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 35%. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 35, മറ്റേത് 30 അല്ലേ? അതായത് 0.35, 0.30 ഈ രീതിയിലാണ് നമുക്ക് മൂന്ന് ഇവൻസിൻ്റെയും കിട്ടുന്നത് അല്ലേ? സോ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിഫക്റ്റീവ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഡിഫക്റ്റീവ് ആവാനുള്ള ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കൊടുക്കണം? തന്നിരിക്കുന്നത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ഗിവൺ എൻ്റെത് എത്രയായിരിക്കും? എ എന്ന് പറയുന്ന ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 35%-ൽ 1.5% ആണ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ നമുക്ക് എന്ത് കൊടുക്കണം? 1.5% ആണ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ആവാനുള്ള ഗിവൺ എൻ്റെ. സോ പ്രോബബിലിറ്റി ഓഫ് ഡി, ഡിഫക്റ്റീവിനെ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഡി ഗിവൺ എ എന്ന് പറയുന്നത് വരും. സോ 0.15% ആകുമ്പോൾ 0.015. ഓക്കെ, അതേപോലെ ബിൻ്റെയും സിൻ്റെയും എന്തായിരിക്കും? 1% ആൻഡ് 2%, 0.010 വരും. 0.020 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വരും? ഓരോന്നിൻ്റെയും
പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ആവാനുള്ള ഓരോ കമ്പനികളുടെയും പ്രോബബിലിറ്റി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം എ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? റാൻഡമായിട്ട് ഒരു ഡിഫക്റ്റീവ് ബൾബിനെ എടുക്കുമ്പം അത് എയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഗിവൺ ഡി അല്ലെങ്കിൽ ഡിഫക്റ്റീവിൻ്റെ ഓൾറെഡി ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് എ ആവാനുള്ള സാധ്യത എത്രയാണ്? സോ ഈക്വൽ ടു എന്ത് കൊടുക്കണം? പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ ആ സെയിം ഇക്വേഷൻ എഴുതുക, ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡിവൈഡഡ് ബൈ ഏതൊക്കെ വരും? നമുക്ക് ഓരോന്നിൻ്റെയും അല്ലേ, ഓരോ മാനുഫാക്ചറിങ് 3 മാനുഫാക്ചറിങ് കമ്പനീസിലും എന്തുണ്ട്? ഈ 10%, സോറി ക്വസ്റ്റ്യൻ മാറിപ്പോയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ സ്ലൈഡ് മാറിപ്പോയതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എ ഗിവൺ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? നമുക്ക് എന്താണ് ഡിഫക്റ്റീവ്? റാൻഡമായിട്ട് സെലക്ട് ചെയ്തത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൾബാണ് അല്ലേ. അപ്പോൾ റാൻഡമായിട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 കമ്പനീസും അല്ലെങ്കിൽ 3 ഫാക്ടറികളും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ്? നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരാളെ മാത്രമാണ് വരിക, അപ്പോൾ 3 ആളുടെയും വരും. അതിൽ നിന്ന് എടുക്കുന്നത് എ ആവാനുള്ള പ്രോബബിലിറ്റി മാത്രമാണ് നമുക്ക് ഇവിടെ ഈ 2 ടേംസിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ താഴെ വരുമ്പോൾ 3 കമ്പനീസിൻ്റെയും ടോട്ടലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ആവാനുള്ള എൻ്റെ പ്രോബബിലിറ്റി ഡി ഇൻറ്റു ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡിനോമിനേറ്ററിൽ എഴുതാം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് എന്ത് വരും? അടുത്ത കമ്പനീൻ്റെ പ്രോബബിലിറ്റി. ടോട്ടൽ പ്രോബബിലിറ്റീസ് ആണ്, ഡിഫക്റ്റീവ് ആയുള്ള പ്രോബബിലിറ്റീസ് ആണ് എഴുതുന്നത്. ഡി ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ ഡി ഗിവൺ സി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറയുന്ന ആ 3 ഇക്വേഷൻസിൻ്റെയും 3 പ്രോബബിലിറ്റിൻ്റെയും സമ്മായിരിക്കും നമ്മളുടെ ഡിനോമിനേറ്റർ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻസിൽ എന്തെല്ലാമാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക? ഓൾറെഡി എല്ലാം തന്നിട്ടുണ്ട്. അത് അതേപോലെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതാണ് സംഭവം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 35% ആയിരുന്നു. 35%, 30%. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ഡി അല്ലെങ്കിൽ എൻ്റെ ഡിഫക്റ്റീവ് ആവാനുള്ളത് എ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ നമ്മളുടെ തിയറം, ജനറലൈസ്ഡ് തിയറം എന്ന് പറയുന്നത് എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഡി, എ എന്ന് പറയുന്ന ഡിഫക്റ്റീവ് ആയതിൽ നിന്ന് എ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ നമ്മളുടെ എല്ലാ ഫാക്ടറിൻ്റെയും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയുടെ സമ്മാണ് ഡിനോമിനേറ്ററിൽ വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഇതെല്ലാം നമുക്ക് എടുത്ത് എഴുതുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 0.356. സോ പ്രോബബിലിറ്റീൻ്റെ ആ ഇക്വേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല ഇവൻസിനെ എല്ലാം എന്തൊക്കെ ഇൻഫോർമേഷനാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് അത് അതേപോലെ നമ്മൾ 1 by 1 ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ താഴത്തോട്ട് എടുത്ത് എഴുതുക. അതിൽ നിന്ന് നമുക്ക് എന്തായാലും ആ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എക്സാക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ശരിക്കുള്ള ടേംസ് വായിച്ച് നോക്കുമ്പോഴാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണോ ബി ഗിവൺ എ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറെഡി തന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗിവൺ എന്നുള്ള രീതിയിൽ, എവിഡൻസ് എന്നുള്ള രീതിയിലാണ്, അതാണ് നമുക്ക് ഗിവൺ ആയിട്ട് കൊടുക്കുന്നത്. ബൈ എന്ന് എഴുതുന്നത് എവിഡൻസിൻ്റെ പാർട്ടാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബയസ് തിയറം. നമുക്കിനി നെയ്വ് ബയാസ് നെക്സ്റ്റ്